152 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നതും നാടിന് അഭിമാനകരമായ ഒന്നായിരുന്നു. അതിന് അനുമതി നിഷേധിച്ചത് അത് അസാധാരണമാണ്, അങ്ങേയറ്റം അപലപനീയവുമാണ്. ഇത് കേരളത്തിനൊരു അംഗീകാരം അവിടെ ലഭിക്കേണ്ടതില്ല. ഞങ്ങളവിടെ പോയി ഇന്ത്യ ഗവൺമെന്റ് ഭാഗമായി തന്നെ നടത്തിക്കോളാം എന്ന ഒരു ചിന്തയുണ്ടോ എന്നാണ് സംശയിക്കപ്പെടേണ്ടത്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ സംസ്ഥാനത്തിൻ്റെ സംരംഭക വർഷം പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ, അതിനെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ മന്ത്രി പി രാജീവിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രം ആ അവസരം നിരാകരിച്ചു. മന്ത്രിക്ക് യാത്രാ അനുമതി നൽകിയില്ല. പകരം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് കയറ്റിവിട്ടിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർ മാത്രം പോകേണ്ട പരിപാടിയായിരുന്നെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥനല്ലേ പോകേണ്ടത്? അതിന് പകരം കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥനെ എന്തിനാണ് പറഞ്ഞു വിട്ടത്? അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യമാണ് ഇന്ന് പി രാജീവ് മാധ്യമപ്രവർത്തകർ മുന്നിൽ വെച്ച് ചോദിക്കുന്നത്. അപലപിക്കേണ്ട കാര്യമാണ് കേന്ദ്രം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിന് കിട്ടിയ ഈ അംഗീകാരം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെയായിരുന്നു. പക്ഷേ അത് കേന്ദ്രം സ്വന്തം പോക്കറ്റിലാക്കാൻ നടത്തിയ ശ്രമമാണോ എന്ന് സംശയിക്കണമെന്നും മന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ അമേരിക്കൻ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നു, കാരണം കൃത്യമായിട്ട് ഇതുവരെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഡിനൈഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വാർഷിക സമ്മേളനം അതിനകത്ത് നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പദ്ധതി, അതാണ് കേരളം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കകത്തൊരു പദ്ധതിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിലൊരു സെഷനകത്ത് ഡെവലപ്പിംഗ് ഓൺടർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം ആൻഡ് സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ എ കേസ് സ്റ്റഡി ഓഫ് ഇയർ ഓഫ് എൻ്റർപ്രൈസസ് എന്ന ഒരു പേപ്പർ അവതരിപ്പിക്കുന്നതിനായിട്ട് മന്ത്രി എന്ന നിലയിൽ എനിക്ക് ക്ഷണം ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വ്യവസായ സെക്രട്ടറിക്കും ഡയറക്ടർക്കും ക്ഷണം ലഭിച്ചിരുന്നു. അന്ന് ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുള്ള സെക്രട്ടറിക്കും ക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ സെക്രട്ടറിക്ക് അനുമതി നൽകുകയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിക്കും സെക്രട്ടറിമാർക്കും അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ നടപടിയാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത്. യഥാർത്ഥത്തിൽ നാടിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു. അവിടെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയും കേരളത്തിനൊരു പദ്ധതി നോവൽ ഇന്നോവേഷനായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് 152 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നതും നാടിന് അഭിമാനകരമായ ഒന്നായിരുന്നു. അതിന് അനുമതി നിഷേധിച്ചത് അത് അസാധാരണമാണ്, അങ്ങേയറ്റം അപലപനീയവുമാണ്. അല്ല, നമ്മളപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എൻ്റെ അത് കിട്ടിയിരുന്നു. അല്ല, അപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ അയച്ചിരുന്നു. പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചതും യഥാർത്ഥത്തിലൊരു 2 ദിവസ യാത്രയായിരുന്നു. 28 ഇന്നിപ്പോൾ നാളെ രാവിലെ പോവുക, ഇന്ന് രാത്രി പോവുക, എന്നിട്ട് 30-ാം തീയതി തിരിച്ചു വരിക. വളരെ ഷോർട്ട് ട്രിപ്പായിട്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ തിരിച്ചു വരിക എന്ന മട്ടിലാണ് ക്രമീകരിച്ചിരുന്നത്. അത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മെസ്സേജ് ലഭിച്ചപ്പോൾ തന്നെ നമ്മുടെ അഭിപ്രായം ശക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. എന്തായാലും നമ്മുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള സെക്രട്ടറിയും ഈ പദ്ധതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഇൻഡോറിലെ IIM ഡയറക്ടറും പ്രൊഫസറും അവർ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇതിനെ സംബന്ധിച്ചുള്ള പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അനുമതി ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഫിസിക്കൽ പ്രസൻസ് മാത്രമാണ് അവർ അനുവദിക്കാറുള്ളൂ. അവരേക്ക് പ്രബന്ധം അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെ ലോകത്തെമ്പാടുമുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. പിന്നെ മന്ത്രിമാർ ഏതെങ്കിലും തരത്തിൽ യാത്ര ചെയ്യണമെങ്കിലും കേന്ദ്രത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യമാണ്. സാധാരണഗതി പ്രൈവറ്റ് വിസിറ്റ് ആണെങ്കിൽ പോലും യൂണിയൻ ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നേരെ പോകാവുന്നതാണെങ്കിലും പക്ഷേ ഏത് യാത്രയ്ക്കും കേന്ദ്രത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യമാണ്. അത് സാധാരണ വ്യത്യസ്തമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അറിയിപ്പിൽ വ്യക്തമല്ല. മന്ത്രിക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും യാത്രാ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ലെങ്കിലും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ ഇത് മന്ത്രിതലത്തിൽ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയല്ലെന്നും ഉദ്യോഗസ്ഥൻ മതി, അതുകൊണ്ടാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥ അനുമതി കൊടുത്തതെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അത് ശരിയായിരിക്കും? അത് അങ്ങേറ്റം തെറ്റായിരിക്കും. കാരണം അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ തീരുമാനിക്കേണ്ടത് ആരാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടതെന്ന്. അവരുടെ പ്രബന്ധം അവതരിപ്പിക്കാൻ അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ ആര് പ്രബന്ധം അവതരിപ്പിക്കണമെന്നുള്ളതും അല്ലെങ്കിൽ ആര് മാത്രം പോകണമെന്നുള്ളതും അവരല്ലോ തീരുമാനിക്കേണ്ടത്. ഇനി ഉദ്യോഗസ്ഥന്മാരാണ് പോകേണ്ടതിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരല്ലേ വിടുന്നത്, കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ വിടുന്നത്. ഇത് കേരളത്തിനൊരു അംഗീകാരം അവിടെ ലഭിക്കേണ്ടതില്ല. ഞങ്ങളവിടെ പോയി ഇന്ത്യ ഗവൺമെൻറ് ഭാഗമായി തന്നെ നടത്തിക്കോളാം എന്ന ഒരു ചിന്തയുണ്ടോ എന്നാണ് സംശയിക്കപ്പെടേണ്ടത്. യഥാർത്ഥത്തിൽ ലോകപ്രശസ്തമായ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപനം അവർ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ്
പ്രബന്ധങ്ങൾ ആരൊക്കെ അവതരിപ്പിക്കണം, എങ്ങനെ അംഗീകരിക്കപ്പെടണം, ഇതിനെല്ലാം ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ തന്നെ IIM ഇൻഡോറിൻ്റെ സ്റ്റഡിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം പദ്ധതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ആരാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. അതിന് പിന്നെ മറ്റൊരു ഗവൺമെൻറ് അതിന് യാത്രയ്ക്കുള്ള അനുമതി മാത്രമാണ് ഇവർ നൽകേണ്ടത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചാലും സാധാരണഗതിയിൽ അവരാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ആര് പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അത് തെറ്റായിട്ടുള്ള സംഗതിയാണ്. എന്തായാലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കേണ്ടതില്ല. അത് തെറ്റായ ന്യായമാണ്. വളരെ തെറ്റായ കീഴ്വഴക്കം ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. അതിപ്പോൾ നമുക്ക് അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു സമ്മേളനത്തിന് പോകുന്നു, പരിപാടിക്ക് പോകുന്നു. ഇത് ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ ലോകപ്രശസ്തമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിന് ചോദിക്കുന്നതിന് മുൻപ് അനുമതി കൊടുക്കലല്ലേ നമ്മുടെ രാജ്യത്തിനൊരു അംഗീകാരമായിട്ട് കാണുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ഈ രൂപത്തിൽ സമീപിച്ചത് തെറ്റായിപ്പോയി എന്നതാണ് ഞങ്ങളുടെ താല്പര്യം. അതിപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഞങ്ങൾക്ക് വന്നതിൽ ഡിനൈഡ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. നേരത്തെ നമ്മൾ ചൈനയിൽ വെഫിൻ്റെ മുന്നോടിയായിക്കൊണ്ട് ചൈനയെ സന്ദർശനത്തിൻ്റെ ഇത് പോയപ്പോൾ ഉദ്യോഗസ്ഥന സംഘം പോയാൽ മതി എന്നാണ് അന്ന് നിർദ്ദേശിച്ചിരുന്നത്. അത് പിന്നെ സമ്മേളനമാണ്. ഉദ്യോഗസ്ഥൻ പോകണം, അകത്ത് കയറണമെങ്കിൽ മന്ത്രി ഉണ്ടാകണം അവരുടെ മാനദണ്ഡം അനുസരിച്ച്. അതുകൊണ്ട് അന്ന് ആർക്കും പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ഒരു അസാധാരണ നടപടിയാണ്. എന്തായാലും അവരത് പരിശോധിക്കും. അതിൽ സർക്കാരിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി കത്തെഴുതിയിട്ടുണ്ട്.